അവിട്ടത്തിൽ പിറന്നാൽ തവിട്ടുപ്പാനയെല്ലാം പണമെന്ന് തമിഴരുടെ ഇടയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്. അവിട്ടം നക്ഷത്രത്തിൻ്റെ 3-ാം കാലിൽ കുംഭക്കൂറിൽ ജനിക്കുന്നത് വിശേഷിച്ചും ഭാഗ്യലക്ഷണമാണ്. പേരിനും പെരുമയ്ക്കും കീർത്തികേട്ട അഷ്ടവസുക്കൾ ഈ നക്ഷത്രത്തിൻ്റെ ദേവതയായി വന്നത് തന്നെ അവിട്ടം നക്ഷത്രത്തിൻ്റെ പ്രശസ്തിക്കും മാഹാത്മ്യത്തിനും മുഖ്യ കാരണമായി. ധവളവർണ്ണത്തിൽ മൃദംഗത്തിൻ്റെ ആകൃതിയോടുകൂടി ഈ നക്ഷത്രത്തെ ആകാശമണ്ഡലത്തിൽ കാണാവുന്നതാണ്. മേൽപോട്ട് മുഖമായിട്ടാണ് ഇതിൻ്റെ സ്ഥിതി. ചന്ദ്രമണ്ഡലത്തിലാണ് ഇത് വർത്തിക്കുന്നത്. രാമായണത്തിൽ പ്രസിദ്ധിയാർജിച്ച ദുന്ദുഭി എന്ന അസുരൻ ജനിച്ചത് ഈ നക്ഷത്രത്തിലാണ്. ഈ നാളിൽ ജനിക്കുന്ന ശിശുവിൻ്റെ മാതുലനും മൂത്ത സഹോദരനും അരിഷ്ടതയും കഷ്ടതകളും ഉണ്ടാകും. ഈ നക്ഷത്ര ദശാനാഥൻ കുജനാണ്. അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ നല്ല കാര്യക്ഷമതയും കർമ്മകുശലതയുള്ളവരുമായിരിക്കും. പല പ്രകാരത്തിലുള്ള അറിവുകൊണ്ടും ബുദ്ധി സാമർഥ്യം കൊണ്ടും ഇവർ എല്ലാത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നു. പ്രശംസനീയരായിരിക്കും. ഇത്തരം വിഷയത്തിൽ നല്ല പ്രതിപാദന സാമർഥ്യം ഇവരുടെ പ്രത്യേകതയായിരിക്കും. പരദ്രോഹം ചെയ്യുകയോ അന്യർക്ക് വേദനാജനകമായ പ്രവൃത്തികൾ ചെയ്യുകയോ ഇവർക്ക് അശേഷം ഇഷ്ടമുള്ള കാര്യമായിരിക്കുകയില്ല. സമുദായം, മതം ഇവയെപ്പറ്റിയെല്ലാം ഒരു ഉണർവുള്ളവരായിട്ടാണ് ഇവരിൽ അധികം പേരും കാണപ്പെടുന്നത്. ആരെയും കിഴിഞ്ഞു കഴിയാനോ വിധേയത്വം പ്രകടിപ്പിക്കാനോ ഇവർ ഇഷ്ടപ്പെടുകയില്ല. എന്തു കാര്യമായാലും ശരി, അഭിമാനത്തെ ക്ഷതപ്പെടുത്തുകയെന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിരിക്കും. സ്വന്തം കഴിവിലും പരിശ്രമത്തിലും പുലരുകയെന്ന നിഷ്ഠ മാത്രമായിരിക്കും ഇവരുടെ ജീവിതവ്രതം. ഏതെങ്കിലും കാര്യത്തിൽ പ്രത്യേകമായ ഉദ്ദേശമോ വൈരാഗ്യം തന്നെയോ ഉണ്ടായാൽ അതും മനസ്സിൽ വെച്ചുകൊണ്ട് ലക്ഷ്യത്തിലെത്തും വരെ പരിശ്രമിക്കുവാൻ ഇവർ അസാധാരണ വൈദഗ്ധ്യം പുലർത്തിപ്പോരുന്നു. ആനയുടെ വൈരനിര്യാതന ബുദ്ധി പോലെ അത്തരം കാര്യങ്ങളിൽ അവസരം വരുമ്പോൾ പകരം വീട്ടുന്നവരാണിവർ. അവിട്ടം നാളുകാരെ മിക്കവാറും മെലിഞ്ഞു നീണ്ട ശരീരപ്രകൃതികളായിട്ടാണ് കണ്ടുവരുന്നതെങ്കിലും അപൂർവം ചിലർ നല്ല പുഷ്ടിയുള്ള ശരീരക്കാരായും കാണപ്പെടുന്നു. ഗൂഢബുദ്ധിമാന്മാരായിരിക്കും ഇവർ. രഹസ്യങ്ങളെ സൂക്ഷിക്കാൻ ഇവർക്ക് അസാധാരണമായ കഴിവുണ്ടായിരിക്കും. വളരെ സാധുക്കളായും പാവങ്ങളായും പുറമേ ഭാവിക്കുന്ന ഇവർ തങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യത്തിൽ അങ്ങേയറ്റം പരിശ്രമിക്കുന്നവരും അതേ ലക്ഷ്യത്തിൽ നിന്ന് അണുമാത്രം വ്യതിചലിക്കാത്തവരുമായിരിക്കും. വിദ്യാഭ്യാസ യോഗ്യത എന്തു തന്നെ ആയിരുന്നാലും ഇവരുടെ ബുദ്ധി സാമർഥ്യം പ്രശംസനീയമായിരിക്കും. ശത്രുക്കളുമായുള്ള ഏറ്റുമുട്ടലുകളിലും വാദപ്രതിവാദങ്ങളിലും വ്യവഹാരങ്ങളിലും ഇവർ അതിശയനീയമായി വിജയം വരിക്കുന്നു. നിശ്ചിതമായ ലക്ഷ്യം സാധിക്കുന്നതിനു വേണ്ടിയുള്ള ഇവരുടെ പരിശ്രമത്തിനിടയിൽ വന്നുകൂടാവുന്ന ബദ്ധപ്പാടുകളോ കഷ്ടനഷ്ടങ്ങളോ എന്തുതന്നെയായാലും ഇവർ അതിനെക്കുറിച്ച് അശേഷം പരിഗണിക്കുന്നവരല്ല. നീർദോഷം, രക്തവാതം, പീനസം, അർശസ് എന്നിങ്ങനെയുള്ള രോഗങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഇവരെ സാധാരണ ബാധിക്കാറുള്ളത്. എന്നാൽ നീണ്ടു നിൽക്കുന്ന ആരോഗ്യ വൈകല്യങ്ങളൊന്നും ഇവരെ ബാധിക്കുന്നതല്ല. സ്വന്തം ഭരണസീമയിൽപ്പെട്ട കുടുംബത്തിൻ്റെ നേതൃത്വവും പ്രാമാണികത്വവും വഹിക്കുന്നത് ഇവർ തന്നെയായിരിക്കും. കുടുംബജനങ്ങളെ കൊണ്ട് മിക്കവാറും ഇവർക്ക് മനക്ലേശത്തിനിടയാകും. കുടുംബ ബന്ധങ്ങളിൽ സഹോദരീ പക്ഷത്തെ കാര്യമായി എടുക്കാതെ സഹോദര പക്ഷത്ത് ചേർന്നു ജീവിക്കുമെന്നുള്ളൊരു പ്രത്യേകതയും ഇവർക്കുണ്ടായിരിക്കും. പൂർവിക സമ്പത്ത് ബന്ധപ്പെട്ട് സ്വാധീനമാക്കാനും അങ്ങനെ അനുഭവത്തിൽ കൊണ്ടുവരാനും ഇവർക്ക് യോഗമുണ്ട്. സാമാന്യേന 24-ാം വയസ്സ് മുതൽ ഈ നാളുകാർ സ്വതന്ത്രമായ പ്രവർത്തന രംഗത്ത് പുരോഗമിക്കാറുണ്ടെങ്കിലും പ്രതിബന്ധങ്ങളും കുഴപ്പങ്ങളും ഇവരെ ഒരിക്കലും വിട്ടുപിരിയുന്നതല്ല. ഏതെങ്കിലും കാരണവശാൽ മനസ്സ് വിഷമിക്കുക എന്നുള്ളത് കൂടെയുള്ള ഇവരുടെ അനുഭവമായിരിക്കും. അവയെല്ലാം ബുദ്ധിപൂർവ്വം തരണം ചെയ്ത് ഇവരുടെ കർമ്മകുശലത ഏറുക തന്നെ ചെയ്യും. അവിട്ടം നാളുകാർ മറ്റുള്ളവരെ വിശ്വസിച്ച് ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. ശുദ്ധത കൊണ്ടും കരടില്ലാത്ത വിശ്വാസം അന്യരിൽ സമർപ്പിക്കുന്ന സ്വഭാവമായതുകൊണ്ടും ഇവർക്ക് പലപ്പോഴും അപകടങ്ങൾ നേരിടാവുന്നതാണ്. ഇവരുടെ ദാമ്പത്യ ജീവിതം സംതൃപ്തകരവും സമാധാനപൂർണവുമായിരിക്കും. ഭാര്യയുടെ കുടുംബക്കാരെ കൊണ്ട് ഇവർക്ക് സാരമായ ഗുണങ്ങളൊന്നും ലഭിക്കുന്നില്ല. എന്നാൽ ഭാര്യയിൽ വിളങ്ങിക്കാണുന്ന നന്മകൾ ആ കുറവുകളെ പരിഹരിക്കുന്നു. ഹിതകാരിണിയും സൗഭാഗ്യവതിയുമായ ഒരു ഭാര്യ ഈ നാളുകാരുടെ മാർഗദർശിനിയായിരിക്കും. കുടുംബത്തിൻ്റെ ദുർഘടങ്ങൾ ഇതുമൂലം ഇവർക്കുണ്ടാകുന്നില്ല. ജാതകത്തിൽ ആദിത്യനും ബുധനും ഒരുമിച്ച് നിൽക്കുന്ന അവിട്ടം നാളുകാർ ചിലപ്പോൾ അവിവാഹിതരായും കാണാറുണ്ട്. അതുപോലെ കുജനും ശുക്രനും ജാതകത്തിൽ അനിഷ്ടഭാവങ്ങളിൽ നിന്നാൽ ഭാര്യാമരണം അനുഭവിക്കും. ജാതകങ്ങളിൽ ഇങ്ങനെ അനിഷ്ട ലക്ഷണങ്ങളില്ല എങ്കിൽ ഇവർക്ക് ഭാര്യാസുഖവും സന്താന സൗഭാഗ്യവും വേണ്ട വിധമുണ്ടായിരിക്കും. അവിട്ടം നാളുകാരായ സ്ത്രീകൾ നല്ല തൻ്റെയിടമുള്ളവരും വിവേകശാലിനികളുമായിരിക്കും. ആരോഗ്യ വിഷയത്തിൽ ഇവർ പൊതുവെ പിന്നോക്കമായി കാണപ്പെടും.
രക്തവാതരോഗം, ഗർഭാശയ രോഗം ഇവ വിട്ടുമാറാതെ ഇവരെ പീഡിപ്പിക്കും. ഗൃഹഭരണത്തിലായാലും ഔദ്യോഗിക രംഗങ്ങളിലായാലും ഇവർക്ക് അസൂയാവഹമാവണ്ണം ശോഭിക്കാൻ കഴിയും. വൈരാഗ്യ ചിത്തകളായ ഇവർ ആരോഗ്യത്തെപ്പറ്റിയൊന്നും വകവയ്ക്കാതെ പണിയെടുക്കുന്നവരായിരിക്കും. ആദ്യത്തെ ആർത്തവം ഈ നാളിലായിരുന്നാൽ അവൾ ധനധാന്യ സമ്പൽസുഖം അനുഭവിക്കുന്നു. വ്യവഹാരത്തിനും പ്രതികാരപരങ്ങളായ കർമ്മങ്ങൾക്കും പുതിയ വാഹനങ്ങൾ കയറുന്നതിനും ഗൃഹോദ്യാന നിർമ്മാണത്തിനും ഈ നാളുകൊള്ളാം. ദശാനാഥൻ ചൊവ്വ 3 വർഷം, തുടർന്ന് രാഹു 18, വ്യാഴം 16, ശനി 19, ബുധൻ 17, കേതു 7, ശുക്രൻ 20, സൂര്യൻ 6, ചന്ദ്രൻ 10. ഈ ക്രമത്തിലാണ് ദശാകാലങ്ങൾ. പ്രതികൂല നക്ഷത്രങ്ങൾ: പൂരിരുട്ടാതി, രേവതി, ഭരണി, അവിട്ടം ആദ്യ പകുതി മകരക്കൂറുകാർക്ക്, മകം, പൂരം, ഉത്രം ആദ്യപാദവും അവിട്ടം 2ാം പകുതി കുംഭക്കൂറുകാർക്ക്, ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതിയും പ്രതികൂല നക്ഷത്രങ്ങളാണ്. അവിട്ടം നക്ഷത്ര ജാതകന് 1ാമത്തെ വയസ്സിലും 5ലും പനിയാലും, 7ൽ ഉദരരോഗത്താലും, 22ൽ സ്ത്രീകളാലും അഥവാ കൈവിഷത്താലും, 26ൽ അരയപ്പാലും, 28ൽ സർക്കാർ ശിക്ഷകളാലും അല്ലെങ്കിൽ ആയുധത്താലും, 36ൽ കള്ളന്മാരാലും, 75ൽ ത്വക്ക് രോഗത്താലും പിത്തരോഗത്താലും അരിഷ്ടിതകളുണ്ടാകും. ഈ സന്ധികൾ മാറിക്കിട്ടുന്ന പക്ഷം 96ാമത്തെ വയസ്സിൽ കുംഭമാസം പൂർവപക്ഷത്ത് അത്തം നക്ഷത്രം ഉദിച്ച് ഞായറാഴ്ച ദിവസം ശ്വാസവികാരത്താൽ ആപത്ത് സംഭവിക്കും. വ്യാഴം, ബുധൻ, ശുക്രൻ എന്നീ ദശാകാലങ്ങളിൽ ഇവർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അവിട്ടം, മകയിരം, ചിത്തിര നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനവും പൂജാതി കാര്യങ്ങളും നടത്തുന്നത് ഉത്തമം. നക്ഷത്രാധിപൻ ചൊവ്വയായതിനാൽ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ പതിവായി അനുഷ്ഠിക്കുന്നത് ഉത്തമം. ജാതകത്തിൽ ചൊവ്വ ഓജരാശിയിലെങ്കിൽ സുബ്രഹ്മണ്യനെയും, യുഗ്മരാശിയിലെങ്കിൽ ഭദ്രകാളിയെയും പതിവായി ഭജിക്കുന്നത് നന്നായിരിക്കും. അവിട്ടവും ചൊവ്വാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ ഇവ അനുഷ്ഠിക്കുക. അവിട്ട നക്ഷത്രക്കാർ രാശ്യാധിപനായ ശനിയെയും പ്രീതിപ്പെടുത്തേണ്ടതാണ്. ചുവപ്പ്, കടും നീല, കറുപ്പ് തുടങ്ങിയ നിറങ്ങൾ ഇവർക്ക് അനുകൂലം.